നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റിൽ വിവിധ സഹായങ്ങൾ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയവരുമായി ചെയർമാൻ KM നൂറുദ്ദീൻ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞതിനു ശേഷം ആവശ്യമായ പിന്തുണ നൽകുന്നതിന് ട്രസ്റ്റ് ഓഫീസ് സെക്രട്ടറി വിമല വേണുഗോപാലിന് നിർദ്ദേശം നൽകി. 12 പേരുടെ അപേക്ഷകളാണ് ഇന്ന് തീർപ്പാക്കിയത്. ആലപ്പുഴ ഗവൺമെന്റ് മുഹമ്മദൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരിഷ് ക്ലബിന്റെ പ്രവർത്തന ഉദ്ഘാടനം നടത്തി. NSS കോർഡിനേറ്റർ രഞ്ജിന സ്വാഗതം ആശംസിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് സുധീഷ് ഉദ്ഘാടനം നടത്തി. ആൽഫ ആലപ്പുഴ ലിങ്ക് സെന്റർ സെക്രട്ടറി തോമസ് ജോർജ് ആശംസകൾ നേർന്നു. കമ്മ്യൂണിറ്റി വെൽഫെയർ ജില്ലാ കോർഡിനേറ്റർ എൽദോസ് കെ തങ്കച്ചൻ ക്ലാസ് നയിച്ചു. കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ ബാലമുരളി നേതൃത്വം നൽകി. കമ്പാഷനേറ്റ് കേരളം വാക്കത്തോണിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ്, മെമന്റോ എന്നിവ കൈമാറി. പുതുക്കാട് പ്രചോദി നികേതൻ കോളേജിലെ ആരിഷ് ക്ലബ് അംഗങ്ങൾ ആൽഫ ചാലക്കുടി സെന്റർ സന്ദർശിച്ചു. ഫിസിയോതെറാപ്പിസ്റ്റ് ശാലു, നഴ്സസ് ഇൻചാർജ് ബിനി, കമ്മ്യൂണിറ്റി വെൽഫെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ വിസ്മയ വേണുഗോപാൽ എന്നിവർ നേതൃത്വം നൽകി. ഹോം കെയറും ഫിസിയോതെറാപ്പി യൂണിറ്റും സന്ദർശിച്ചാണ് വിദ്യാർത്ഥികൾ മടങ്ങിയത്. ആൽഫയിലെ ജൂനിയർ നഴ്സുമാരുടെ ആശയവിനിമയ ശേഷി ഉയർത്താൻ ഉദ്ദേശിച്ച് നടത്തിവരുന്ന പരിശീലന പരിപാടിയിലെ 3ാമത് ബാച്ചിന്റെ ആദ്യ ക്ലാസ് നാളെ എടമുട്ടം ആൽഫ തറവാട്ടിൽ നടക്കും. വിവിധ സെന്ററുകളിൽ നിന്നുള്ള 10 പേരാണ് പുതിയ ബാച്ചിൽ ഉള്ളത്. പരിശീലനത്തിനെത്തുന്നവർ രാവിലെ 9 മണിക്ക് തന്നെ എത്തണമെന്ന് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു, ട്രെയിനിംഗ് കോർഡിനേറ്റർ ദിവ്യ വൈശാഖ് എന്നിവർ അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.